ദേവമംഗൽ ആസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം. മകയിര നക്ഷത്ര ജാതരുടെ 2026 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊതുവായ ഫലമായതിനാൽ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാം. മകയിരം 2 രാശികളിലായി വരുന്ന നക്ഷത്രമാണ്. മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ഇടവൻ രാശിയിലും ഇവരെ ഇടവക്കൂറുകാരെന്നും 3ഉം 4ഉം പാദങ്ങൾ മിഥുനൻ രാശിയിലും വരുന്നു. ഇവരെ മിഥുനക്കൂറുകാരെന്നും പറയുന്നു. ഇടവക്കൂറുകാരായ മകയിരം 1ഉം 2ഉം പാദക്കാർക്ക് ശനി ഇഷ്ടസ്ഥാനമായ 11ൽ ചാരവശാൽ സഞ്ചരിക്കുന്നതിനാൽ ധനാഭിവൃദ്ധി, അധികാരപ്രാപ്തി, ബഹുമാനം, സുഖം, പുത്രാദി സൗഖ്യം എന്നീ ഗുണഫലങ്ങളും, എന്നാൽ മിഥുനക്കൂറുകാരായ മകയിരം 3ഉം 4ഉം പാദക്കാർക്ക് ശനി ചാരവശാൽ 10ൽ സഞ്ചരിക്കുന്നതിനാൽ ഈ വർഷം മുഴുവൻ കണ്ടകശനി തുടരുന്നതിനാൽ മനക്ലേശം, തൊഴിൽ ഭംഗം, തൊഴിൽ തടസ്സങ്ങൾ, യാത്രാക്ലേശങ്ങൾ, രോഗാദി ദുരിതങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത കൂടുതലായിരിക്കും. എന്നാൽ മിഥുനക്കൂറുകാർക്ക് വ്യാഴം ജന്മത്തിൽ നിന്ന് മാറി 2ലേക്ക് വരുന്നതിനാൽ ധനപ്രാപ്തി, പ്രശസ്തി, സുഖാനുഭവങ്ങൾ, ധനലാഭം, ശത്രുനാശം എന്നീ ഗുണഫലങ്ങളും അനുഭവപ്പെടും. ഇക്കാലയളവിൽ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും വ്യാഴാഴ്ച വ്രതവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കേശാദിപാദം തുളസിമാല വഴിപാട് സമർപ്പിക്കുന്നതും സഹസ്രനാമ ജപവും, മിഥുനക്കൂറുകാരായ മകയിരം 3ഉം 4ഉം പാദക്കാർക്ക് കണ്ടകശനി ദോഷപരിഹാരമായി ശനിയാഴ്ച വ്രതമെടുക്കുന്നതും ശാസ്താഭജനവും ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതാ ഭജനവും നടത്തുന്നത് കണ്ടകശനി ദോഷത്തിന് പരിഹാരമാണ്. മകയിര നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായ പുണർദം, ആയില്യം, പൂരം, മൂലം, പൂരാടം, തിരുവോണം തുടങ്ങിയ നാളുകളിൽ ശുഭകർമ്മങ്ങൾ ആവുന്നതും ഒഴിവാക്കുന്നത് ശ്രേയസ്കരമായിരിക്കും. എന്നുവെച്ച് ഈ നാളുകാരെ ഒഴിവാക്കണമെന്ന് അർത്ഥമില്ല. മകയിര നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല. അധ്വാനഭാരം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വകുപ്പ് തല നടപടികളെ അഭിമുഖീകരിക്കേണ്ടായി വന്നേക്കാം. പ്രത്യേകിച്ചും പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്. ഹെവി മെഷീനുകൾ കൈകാര്യം ചെയ്യുന്നവരും അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നവരും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല അപകടങ്ങൾക്കും സാധ്യതയുണ്ടാക്കാം. പിതാവിനോ പിതൃതുല്യർക്കോ രോഗം മൂലം ആശുപത്രിവാസത്തിന് ഇടവന്നേക്കാം. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾക്ക് സാഹചര്യം കാണുന്നു. ഉറ്റമിത്രങ്ങളോ സുഹൃത്തുക്കളോ ശത്രുപക്ഷത്തേക്ക് മാറാൻ ഇടവരും. അതുമൂലം മാനസിക സംഘർഷം വർദ്ധിക്കും. തനിക്ക് യോജിക്കാത്തവരുമായുള്ള ബന്ധവും ദുർവാശിയും മൂലം കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചതുർഗ്രഹയോഗമുള്ളതിനാൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. കൃഷികാര്യങ്ങൾക്കായി ധാരാളം സമയം ചിലവഴിക്കും. അതിൽ നിന്ന് നേട്ടങ്ങൾ കരസ്ഥമാക്കാനും കഴിയും. മകയിര നക്ഷത്രക്കാർക്ക് ഈ 2026 ജൂലൈ മാസം കഴിഞ്ഞ മാസം അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വലിയ ശമനം കൂടാതെ തുടരുന്നതായിരിക്കും. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളും മുൻകോപവും പല ബുദ്ധിമുട്ടുകൾക്കും ഇടവരുത്തും. വാക്കുകൾ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക. ശത്രുഭയം അകാരണമായി അലട്ടിക്കൊണ്ടിരിക്കും. അഭിമാനബോധം മൂലം അനാവശ്യമായ ദോഷങ്ങളെ സഹിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ടെങ്കിലും കർമ്മരംഗത്ത് മെച്ചപ്പെട്ട സ്ഥിതി കൈവരും. സന്താനങ്ങൾക്ക് തൊഴിൽ പ്രവേശിക്കാനുള്ള യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയവും ആഗ്രഹാനുസരണമുള്ള പഠനത്തിനും വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. മകയിര നക്ഷത്രക്കാരുടെ ഈ 2026 ആഗസ്റ്റ് മാസം മുൻ മാസത്തെ അപേക്ഷിച്ച് ഗുണകരമായി കാണുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരും. തൊഴിൽ രംഗത്ത് ശാന്തമായ അന്തരീക്ഷം കൈവരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാൻ കഴിയും. ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. എങ്കിലും അനാവശ്യമായ ചെലവുകൾ വന്നുചേരാം. വിവാഹാന്വേഷകർക്ക് ആഗ്രഹാനുസരണമുള്ള വിവാഹാലോചനകൾ വന്നുചേരും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. വിവാഹിതരായവർക്ക് ജീവിത പങ്കാളിയുമായുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഐക്യത്തിലെത്താൻ കഴിയും. ഇങ്ങനെയുള്ള ഫലങ്ങളോടൊപ്പം തന്നെ ചില ബുദ്ധിമുട്ടുകളും വന്നുചേരും. അടുത്ത ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസവും ശത്രുതയും ഉടലെടുക്കും. മുൻകോപവും എടുത്തുചാട്ടവും പല പ്രശ്നങ്ങളെ കൊണ്ടെത്തിക്കും. തന്മൂലം മനസ്സ് അസ്വസ്ഥമാകും. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. മകയിര നക്ഷത്രക്കാർക്ക് 2026 സെപ്റ്റംബർ ഏറെക്കുറെ ഗുണകരമായി കാണുന്നു. സന്താനങ്ങൾക്ക് ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകും. ജോലിക്കായി നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് അനുകൂല സ്ഥിതി കാണുന്നു.
തൊഴിൽ രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും. ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ആദ്യം ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമായി വരും. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധിക്ക് സാധ്യത കാണുന്നു. എന്നാൽ കച്ചവട രംഗത്തുള്ളവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. പ്രത്യേകിച്ചും പണമിടപാടുകളിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കരുതലോടെ മാത്രം മുന്നോട്ടു പോകുക. അതുപോലെ തന്നെ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പേരുദോഷത്തിന് സാഹചര്യം കാണുന്നതിനാൽ ശ്രദ്ധിക്കുക. മകയിര നക്ഷത്രക്കാരുടെ 2026 ഒക്ടോബർ മാസം മാസാദ്യം ഗുണങ്ങളും മാസമധ്യത്തോടെ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. സന്താനങ്ങളുടെ ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും സാഹചര്യം അനുകൂലമായി കാണുന്നു. അടുത്ത ബന്ധുക്കളിൽ നിന്നും അതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കാൻ സാഹചര്യമുണ്ടാകും. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന വസ്തുക്കളോ ധനമോ തിരിച്ചു കിട്ടാനിടവരും. ശത്രുതയിലായിരുന്നവർ അനുകൂല സ്ഥിതിയിലേക്ക് കടന്നു വരുമെങ്കിലും മാതാപിതാക്കളുമായി ശത്രുതയ്ക്ക് ഇടവന്നേക്കാം. അതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാൻ സാധിക്കും. മാസാന്ത്യത്തോടെ തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസകോശം സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പല രോഗങ്ങളും വർദ്ധിക്കാൻ ഇടവന്നേക്കാം. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കലാകാരന്മാർക്കും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം ഏറെ അനുകൂലമായി കാണുന്നു. മകയിര നക്ഷത്രക്കാരുടെ നവംബർ മാസം നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരിയ ശമനം കൈവരും. തൊഴിൽ രംഗത്ത് സമാധാനവും സംതൃപ്തിയും കൈവരും. അതുപോലെ തന്നെ ഉയർച്ചയും ഉണ്ടാകും. ശത്രുശല്യം കുറയും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കൈവരും. ഗ്രഹം, വാഹനം, വസ്തു ഇവയ്ക്ക് യോഗം കാണുന്നു. സാമ്പത്തിക രംഗം മെച്ചപ്പെടുമെങ്കിലും പണമിടപാടുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും സമയം മെച്ചപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ കർഷകർക്കും ബ്രോക്കർമാർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ ഇടവന്നേക്കാം. മകയിര നക്ഷത്രക്കാരുടെ 2026 ഡിസംബർ മാസം തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ഉന്നതിയും കൈവരും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം അഭിവൃദ്ധിപ്പെടും. സന്താനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ ചെയ്യും. കുടുംബ സ്വത്ത് സംബന്ധമായി ബന്ധുക്കളുമായി തർക്കങ്ങളോ അതുമൂലം നിയമ നടപടികൾക്കോ സാഹചര്യം വന്നു ചേർന്നേക്കാം. ധനയോഗമുണ്ടെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകളിൽപ്പെട്ട് കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. വാഹനാപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഗവൺമെൻറ്റിൽ നിന്നും മറ്റും കിട്ടാനുള്ള ധനം വേണ്ട സമയത്ത് ലഭിച്ചെന്നു വരില്ല എന്നു മാത്രമല്ല, അതിൻ്റെ പേരിൽ നിയമക്കുരുക്കിൽ ചെന്ന് ചാടാനും സാഹചര്യം വന്നുചേർന്നേക്കാം. മാതാവിനോ മാതൃതുല്യർക്കോ രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകാനും അതുമൂലം മനോവിഷമത്തിനും ഇടവരും. ബന്ധുക്കളിൽ നിന്നുണ്ടാവുന്ന അപ്രതീക്ഷിത സ്നേഹപ്രകടനം പല സംശയങ്ങൾക്കും ഇടവരുത്തും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും കുടുംബ പരദേവതാ പ്രീതി കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ദോഷഫലങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയും. ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക. മകയിര നക്ഷത്രക്കാരുടെ 2026 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.